പല ഹോട്ടലുകളിലും ആ നിലയിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കോവളത്തും അതുപോലെ വർക്കലയിലും ഈ നിലയിലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സാന്നിധ്യത്തിൽ അവരേക്ക് അറിവോടുകൂടെ ഈ വക സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളും ജീവിക്കാൻ ഇറങ്ങിയവരാണെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യം നിങ്ങളും കാണിക്കണം. ഇവിടെ പരമ്പരാഗത ടാക്സിക്കാർക്കോ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവേഴ്സിനോ ഞങ്ങൾ എതിരല്ല. അവരും ജീവിക്കാൻ ഇറങ്ങിയവരാണ്. എന്നാൽ ഞങ്ങളെയും ആ നിലയിൽ ജീവിക്കാൻ തക്കണം അനുവദിക്കണം. ആ നിലയിൽ അംഗങ്ങളെ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല ഞങ്ങൾ അവരെ പ്രതികരിക്കാത്തത്. ഞങ്ങൾ ജീവിക്കാൻ നിങ്ങളും ജീവിക്കാൻ ഇറങ്ങുന്നു എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ആ ബോധ്യം നിങ്ങൾ കാണിക്കണം എന്ന് പറയാൻ തൊട്ട് ആഗ്രഹിക്കുകയാണ്. ഓൺലൈനിൽ ഓടുന്ന 90% ആൾക്കാരും വിദ്യാസമ്പന്നരാണ്. അത് ഇവിടെ ജോലി ഇല്ലാത്തത് കൊണ്ടാണ് ഈ നിലയിൽ വാഹനം എടുത്ത് ഓടിച്ചു നിൽക്കുന്നത്. ഞങ്ങളുടെ വീടുകളും സ്ഥലങ്ങളും അതുപോലെ കെട്ടുതാലിയും ഒക്കെ പണയം വെച്ചാണ് ഇത്ര ലക്ഷങ്ങൾ വിലയുള്ള ഈ വാഹനം എടുത്ത് നിരത്തിലിറങ്ങുന്നത്. അപ്പോൾ അത് ഓടി അതിന് ഈ ലോണൊക്കെ അടയ്ക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യകതയാണ്. അതുകൊണ്ട് ഈ നിലയിൽ അക്രമസക്തം അഴിച്ചുകൂടാതെ ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരേണ്ട ആവശ്യമാണ്. നല്ലൊരു നികുതി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. വാഹനം എടുക്കുമ്പോഴും പെട്രോൾ അടിക്കുമ്പോഴും ആ നിലയിൽ നികുതി ഞങ്ങൾ അടിക്കുന്നു. അപ്പോൾ ഗവൺമെന്റ് ഞങ്ങൾക്ക് നികുതി തരേണ്ടത് ആവശ്യമാക്കുന്നു. ഇവിടെ എടുക്കുന്ന ഓരോ ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് സംരക്ഷണം ഗവൺമെന്റ്